ദൈവത്തെ സ്നേഹിക്കാത്തവനോ അവൻ മരണത്തിൽ നിലകൊള്ളുന്നു. അവൻ മരണത്തിലാണ് നിലകൊള്ളുന്നത്. ഞാനും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീ കത്തിക്കൊണ്ടിരിക്കണം. അത് എല്ലാവരും ദൈവത്തെ സ്നേഹിക്കണം, എല്ലാ പാപികളും മാനസാന്തരപ്പെടണം. അങ്ങനെ അതിർവരമ്പുകളില്ലാതെ മുഴുവൻ ആളുകളുടെയും മാനസാന്തരത്തിൽ ഒരു കത്തി എരിയുന്ന ഹൃദയം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വേണം, നിങ്ങളുടെ ഉള്ളിൽ വേണം. CNI വിശുദ്ധ കത്രീന ഇതിനെക്കുറിച്ച് പറയണത് ഇങ്ങനെയാണ്: ആ വിശുദ്ധയ്ക്ക് ഉള്ളിൽ എല്ലാ പാപികളും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവരും അടുത്ത് പോയി പ്രവർത്തിക്കാനായിട്ട് നിവൃത്തിയില്ല. ഒരു സ്ത്രീയല്ലേ CNI വിശുദ്ധ കത്രീന. ആ കത്രീന ചെയ്യുന്നൊരു കാര്യമുണ്ട്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവരാജ്യ വേലക്കാരനെ കണ്ടാൽ വേഗം ചെന്ന് ആ കാലുകൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ആ വിശുദ്ധയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് ആ വിശുദ്ധ പറയുകയാണ്, പാപികൾ നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ വേണമെങ്കിൽ നരകത്തിൻ്റെ വാതുക്കെ പോയി കടന്നുകൊള്ളാമെന്ന്. ആ വിശുദ്ധ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു രംഗം ആ വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ ഒരു തീഷ്ണതയോടെ നിറഞ്ഞപ്പോൾ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അന്ധനായിരിക്കുന്നത് കൊണ്ട് ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഞാനൊരു 1000 തവണ അന്ധനായി ജനിക്കുന്നതിൽ അഭിമാനം മാത്രമേ എനിക്കുള്ളൂ എന്ന് ജോൺ ക്രിസോസ്റ്റം തൻ്റെ പ്രസംഗ മധ്യേ ദൈവജനത്തോട് പ്രഖ്യാപിക്കുന്നൊരു ഭാഗമുണ്ട്. ഞാൻ അന്ധനായിരിക്കുന്നത് കൊണ്ട് ആത്മാക്കൾ രക്ഷപ്രാപിക്കുന്നെങ്കിൽ ഞാനൊരു 1000 തവണ അന്ധനായി ജനിക്കുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും, എത്ര അപമാനം സഹിച്ചാലും, എത്ര ക്ലേശം സഹിച്ചാലും അതിനെക്കുറിച്ച് അഭിമാനിക്കുന്നൊരു ആത്മാവാണ് ഈ വിശുദ്ധനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ആ യുഗത്തിലെ ശ്രേഷ്ഠനായ ഒരു മഹാവിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരുപാട് അബദ്ധജടിലമായ പ്രബോധനങ്ങൾ കത്തിപ്പടർന്നു. അങ്ങനെ അബദ്ധവാദികൾ ഒരുപാടുണ്ടായി. സത്യവിശ്വാസത്തിൽ നിന്ന് ഒരുപാട് പേര് വ്യതിചലിച്ചു പോയി. സഭയിൽ നിന്ന് ഒരുപാട് പേര് വീണുപോയി. വിശുദ്ധ കൂദാശകളിൽ നിന്ന് ഒരുപാട് പേര് അകന്നുപോയി. അങ്ങനെ ഒരുപാട് പേര് ദൈവിക മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ലോകപ്രകാരം ജഡ വെറികൂത്തുകളിൽ മുഴുകുന്നൊരു കാഴ്ച കണ്ടപ്പോൾ ഫ്രാൻസിസ് സാലസിൻ്റെ ഹൃദയം കത്തിയെരിഞ്ഞു. അദ്ദേഹം അബദ്ധവാദികളുടെ ഇടയിൽ പോയി നിരന്തരം യേശുവിനെ കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും അവരുടെ പുച്ഛവും അപമാനവും വകവെക്കാതെ അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. കൊടും മഴക്കാലം വന്നപ്പോൾ ഫ്രാൻസിസിന് അബദ്ധവാദികളുടെ അടുത്തേക്ക് പോകാൻ പറ്റാതെയായി. കാരണം ഫ്രാൻസിസ് സാലസ് താമസിച്ചിരുന്ന ആ ആശ്രമത്തിൽ നിന്ന് അബദ്ധവാദികൾ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ ഒരു പുഴ കടന്നു പോകണമായിരുന്നു. ആ പുഴ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞൊഴുകി കുത്തൊഴുക്കിൽപ്പെട്ട് നല്ല കുത്തൊഴുക്കോടെ വെള്ളം ഒഴുകുമ്പോൾ ഫ്രാൻസിസിന് നീന്തി കടക്കാൻ പറ്റാത്തത്ര ആ വെള്ളം ഇരുകരകൾ കവിഞ്ഞൊഴുകുന്ന സമയത്ത് അക്കരെ കടക്കാൻ പറ്റാതെയായി. പിന്നെ ആകെയുള്ളൊരു മാർഗം ഈ പുഴയുടെ ഇരുകരകളിൽ തൊട്ടു നിൽക്കുന്ന ഒരു ഒറ്റത്തടി ഒരു പാലം പോലെ ഇട്ടിട്ടുണ്ട്. അതിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുക എന്ന് പറഞ്ഞാൽ വളരെ സാഹസകരമായ സംഗതിയാണ്. എപ്പോഴെങ്കിലും കാല് തെറ്റിയാൽ ജീവൻ തന്നെ അപകടത്തിലാവും. എങ്കിലും ഫ്രാൻസിസ് സാലസ് മടി വിചാരിച്ചില്ല. വെള്ളം കുറഞ്ഞിട്ട് നാളെ പോയി സുവിശേഷം പ്രസംഗിക്കാം എന്ന് ചിന്തിച്ചില്ല. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വെള്ളം കുറയും, അന്നേരം പോയി സുവിശേഷം പ്രസംഗിക്കാം എന്ന് ചിന്തിച്ചില്ല. ഫ്രാൻസിസ് സാലസ് ആ കൊടും മഴക്കാലത്ത് ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. അദ്ദേഹം ആ തടിയിൽ കമന്ന് കടന്ന് തൻ്റെ നെഞ്ച് ഒരഞ്ഞ് ആ തടിയിലൂടെ എഴഞ്ഞ് വലിഞ്ഞ് നീങ്ങി അക്കരെ കടന്ന് പോയി സുവിശേഷം പ്രസംഗിക്കും. വൈകുന്നേരം തിരിച്ച് ഇതുപോലെ നെഞ്ചൊരഞ്ഞ് ആ പാലത്തടിയിൽ കമന്ന് കടന്ന് ഒരു സെക്കൻഡ് കയ്യിലെത്തിയാൽ മതി ആ കുത്തൊഴുക്കപ്പെട്ട് അദ്ദേഹത്തിന് ജീവൻ തന്നെ അപകടത്തിലാവും. എങ്കിലും ആ അപകടത്തെ വകവെക്കാതെ ഫ്രാൻസിസ് സാലസ് ആ തടിയിൽ കമന്ന് കടന്ന് നീന്തി നെഞ്ചൊരഞ്ഞ് ഓരോ തവണയും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പോയി സുവിശേഷം പ്രസംഗിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ മഴക്കാലം മുഴുവനും അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ സുഖം നോക്കി നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ആത്മാവുള്ള ഒരു ദൈവ പൈതലും ചേർന്നതല്ല. ഞാനും നിങ്ങളും ഇന്ന് എനിക്ക് നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ 1 മിനിറ്റ് സമയം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കണം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലൊരു സംഭവമുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ലിസിയിലെ കൊച്ചു മഠത്തിലിരിക്കുമ്പോൾ ആ കൊച്ചു മഠത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മിഠായി കടലാസ് ആ മഠത്തിൻ്റെ വരാന്തി കിടക്കണം കണ്ടാൽ ആ കൊച്ചു ത്രേസ്യ പുണ്യവതി ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പാപികളുടെ മാനസാന്തരത്തിനൊരു തീഷ്ണതയോടെ നിറഞ്ഞ് ആ മിഠായി കടലാസ് കുനിഞ്ഞെടുത്തിട്ട് ഇത് ലോകത്തിൽ പാപത്തിൽ നശിക്കുന്ന ആത്മാക്കൾക്കൂടി ഞാൻ കാഴ്ചവെക്കുന്നെന്ന് പറഞ്ഞ് ആ മിഠായി കടലാസ് എടുത്തുകൊണ്ടുപോയി വേസ്റ്റ് ബോക്സിലേക്ക് ഇടും.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഫ്രാൻസിസ് സാലസ് ചെയ്തതുപോലെ വീരോചിതമായി നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം. അതുപോലെ നമ്മളായിരിക്കുന്ന ആ കൊച്ചു കോൺവെന്റിൽ, നമ്മളായിരിക്കുന്ന ആ കൊച്ചു സ്ഥാപനത്തിൽ, നമ്മളായിരിക്കുന്ന കൊച്ചു വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സ്വാഭാവിക പ്രവൃത്തികളും അതിസ്വാഭാവികമായ തീഷ്ണതയോടെ ചെയ്ത് ദൈവസന്നിധിയിൽ അനേക ആത്മാക്കളെ കോരിയെടുക്കാൻ, അനേക ആത്മാക്കളെ നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നതിന് സംശയമില്ല. കൊച്ചു ത്രേസ്യ പുണ്യവതി ചെയ്തത്, ആ കൊച്ചു മഠത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ കൊച്ചു മഠത്തിൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ലോകത്തിലെ മുഴുവൻ പാപികളുടെ മാനസാന്തരത്തിൽ എരിയുന്നൊരു ഹൃദയത്തോടെ ഇരുന്ന കൊച്ചു ത്രേസ്യ പുണ്യവതി ചെയ്തത്, ഓരോ ദിവസത്തെയും സ്വാഭാവികമായ പ്രവർത്തികളെ അതിസ്വാഭാവികമായ ഇൻറ്റൻഷനോടെ, അതിസ്വാഭാവികമായ ലക്ഷ്യത്തോടെ ചെയ്ത് ദൈവസന്നിധിയിൽ പാപികളുടെ മാനസാന്തരത്തിനോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരാളൊരു കുത്തുവാക്ക് പറയുമ്പോൾ അത് പാപികളുടെ മാനസാന്തരത്തിന് ഏറ്റെടുത്ത് കാഴ്ചവെച്ചു. ഒരു മിഠായി കള്ളസ് കണ്ടു, അത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അതെടുത്ത് ദൈവസന്നിധിയിൽ ആ ഒരു പരിത്യാഗ പ്രവൃത്തിയായി അർപ്പിച്ച് കാഴ്ചവെച്ചു. അതുവഴി വിശുദ്ധ കൊച്ചു ത്രേസ്യ ലോകം മുഴുവനുമുള്ള പ്രേക്ഷിതരുടെ മധ്യസ്ഥയായി ഒരു മഹാവിശുദ്ധയായി ഉയർത്തപ്പെട്ടു. അനേകം പാപികളെ മാനസാന്തരം നയിക്കാൻ തക്കവണ്ണം അത്ഭുത ശക്തി നിറഞ്ഞ ഒരു വിശുദ്ധയായി വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 58-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, എൻ്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തെ എല്ലാവരും അറിയണമെന്നും സ്നേഹിക്കണമെന്നും ഞങ്ങളുടെ സഹോദരങ്ങളായ എല്ലാ സഹോദരങ്ങളുടെയും മുഴുവൻ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി അത്യുദ്ധാനം ചെയ്യണമെന്നും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഒരു ജ്വലനം ഞങ്ങളെ നിർബന്ധിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരാകുന്ന എത്രയോ ഹീനമായ അവസ്ഥയാണ്. ഞങ്ങളുടെ ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി, ഞങ്ങളുടെ ഇച്ഛകളെല്ലാം നിവർത്തിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ കുറേ കാലം ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ഓ ദൈവമേ, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ, ഒരു ബാലികയായിരിക്കുമ്പോൾ മുതൽ, ഒരു ബാലനായിരിക്കുമ്പോൾ മുതൽ, ഒരു യുവാവായിരിക്കുമ്പോൾ മുതൽ, ഒരു യുവതി എന്ന നിലയിൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, എൻ്റെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥനനുസരിച്ച് എൻ്റെ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ ലജ്ജിക്കാതെ, എൻ്റെ യേശു ക്രിസ്തുവിന് വേണ്ടി 10 ആത്മാക്കളെ നേടാൻ, പാപത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന 10 ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നവരായി തീരാൻ, പ്രേക്ഷിതരും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വേലക്കാരും എന്നുള്ള അഭിമാനം കൊള്ളാൻ ദൈവമേ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അന്ധനായിട്ടാണ് പിരിക്കണമെങ്കിൽ ഈ അന്ധത കൊണ്ട് അനേക ആത്മാക്കളെ നേടാൻ, രോഗിയായിട്ടാണ് ഇരിക്കണമെങ്കിൽ അൽഫോൻസ പുണ്യവതി ചെയ്തതുപോലെ ആ രോഗം കൊണ്ട് 10 ആത്മാക്കളെ നേടാൻ, ഇപ്പോൾ ഏതവസ്ഥയിലാണോ ഈ അവസ്ഥയിൽ ഈ വേദന, ഈ അപമാനം, ഈ കഷ്ടത അനേകം പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെച്ച് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഇന്ധനമാക്കിയത് മാറ്റാൻ ഇപ്പോൾ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവമേ, അങ്ങേ അറിയാത്ത സകലരെയും അങ്ങയുടെ നാമം അറിയിക്കാൻ, നിത്യരക്ഷയിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ ആത്മാക്കളെയും നിത്യരക്ഷയ്ക്ക് തിരിച്ചു കൊണ്ടുവത്തക്കുള്ള ഉന്നതമായ അഭിഷേകം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിറയട്ടെ. സഭയുടെ മേൽ നിറയട്ടെ, ഇടവകയുടെ മേൽ നിറയട്ടെ, രൂപതയുടെ മേൽ നിറയട്ടെ, കോൺഗ്രിഗേഷൻ്റെ മേൽ നിറയട്ടെ, കോൺവെന്റിൻ്റെ മേൽ നിറയട്ടെ, ഓരോ സമർപ്പിതൻ്റെ മേലും നിറയട്ടെ, ഓരോ ശുശ്രൂഷകരുടെ മേലും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാഥ. Come, Lord Jesus.
ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ജീവചരിത്രത്തിൽ ഒരു രംഗത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. കഠിന പാപികൾ കുമ്പസാരത്തിന് വന്ന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ കുമ്പസാരക്കൂട്ടിലിരുന്ന് ഒരുപാട് വേദനയോടെ കരയുന്നത് കണ്ടിട്ടുണ്ട്. ഉടനെ ആ കുമ്പസാരം കഴിഞ്ഞ ആളുകൾ ചോദിക്കും, അച്ഛനെന്തിനിങ്ങനെ കരയണത്? അപ്പോൾ ജോൺ വിയാനി പുണ്യവാളൻ പറയും, നിങ്ങളുടെ കരച്ചിലിൻ്റെ കുറവ് ഞാൻ പശ്ചാത്തപിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് തീർക്കുകയാണ്. ഒരു പാപി വേണ്ടതുപോലെ അനുദപിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ആ പാപിക്ക് വേണ്ടി ഹൃദയം പൊട്ടി അനുദപിക്കുന്ന വിശുദ്ധനെയാണ് കുമ്പസാരക്കൂട്ടിൽ നമ്മൾ കാണുന്നത്. ഏതൊരു പാപി നശിക്കുമ്പോഴും ഹൃദയം വേദനിക്കുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള തീഷ്ണതയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം. ഇന്ന് ഈ നിമിഷം 2 കരങ്ങൾ ഉയർത്തി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരു വ്യക്തി എൻ്റെ അടുത്ത് പാപം ചെയ്യുന്നത് കാണുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി മുട്ടുകുത്തി കൊന്ത ചെല്ലാൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, പരിത്യാഗം എടുക്കാൻ എന്നെ അനുഗ്രഹിക്കണ കർത്താവേ. പാപികളുടെ മാനസാന്തരത്തിനോട് പ്രാർത്ഥിക്കുന്നൊരു ജീവിതമാക്കി, പാപികളുടെ മാനസാന്തരത്തിനോട് പ്രവർത്തിക്കുന്നൊരു ജീവിതമാക്കി, ദൈവരാജ്യ വേലയിൽ അഭിമാനം കൊള്ളുന്ന ജീവിതമാക്കി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഹാലലുയ, ഹാലലുയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ചെറിയ പ്രായം മുതൽ വാർദ്ധക്യം വരെ ദൈവരാജ്യ വല്ല അഭിമാനം കൊള്ളാൻ കൃപ കൊടുക്കണമേ. പിന്മാറ്റത്തിലേക്ക് പോകുന്നവരെ അവിടുന്ന് ഇപ്പോൾ അഭിഷേകം ചെയ്ത് മുൻനിരയിലേക്ക് കൊണ്ടുവരണമേ കർത്താവേ. ഹാലലുയ, 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 ഹാലലുയ. ദൈവരാജ്യ വേലയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന അരൂപികളോടും ശക്തികളോടും നാസറായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോവുക. രോഗങ്ങളും തകർച്ചകളും നിരാശകളും സങ്കടങ്ങളും മനപ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.